നമസ്കാരം. പതിനായിരങ്ങളെ അണിനിരത്തി CPM മഹാരാഷ്ട്രയിൽ നടത്തിയ ലോങ് മാർച്ച് വിജയം കണ്ടിരിക്കുകയാണ് ഇപ്പോൾ. വനാവകാശ നിയമം കൃത്യമായി നടപ്പിലാക്കുക, ജൽജീവൻ മിഷനിലെ അമിതമായ കാലതാമസം പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാൽഘർ കളക്ട്രേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ ആവശ്യപ്പെട്ട കാര്യങ്ങൾ സർക്കാർ അംഗീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇത് വലിയ വിജയമായി കൊണ്ടാടുകയാണ് അവർ. ജില്ലാ കളക്ടർ ആവശ്യങ്ങൾ അംഗീകരിക്കുമെന്ന രേഖാമൂലം ഉറപ്പു നൽകിയ സാഹചര്യത്തിൽ സമരം നിർത്തിവെക്കുകയാണ് CPM PB അംഗവും അഖിലേന്ത്യാ കിസാൻ സഭ പ്രസിഡന്റുമായ അശോക് ഡവാലെ അറിയിച്ചു. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു സമരമാണ് CPM അവിടെ നടത്തിയത്. പതിനായിരക്കണക്കിന് ആളുകളെ അണിനിരത്തിക്കൊണ്ട് ചുവന്ന കൊടികളുമായി നടന്നു നീങ്ങുന്ന പ്രവർത്തകരുടെയും നേതാക്കളുടെയും ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും ഒപ്പം ഇടത് ഹാൻഡിലുകളിലുമൊക്കെ വലിയ തരംഗമായി മാറിയിരുന്നു. ഈ സമരമാണ് ഇപ്പോൾ വിജയത്തിലേക്ക് എത്തിയത് എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നു. ഏപ്രിൽ 30-നകം വനാവകാശ നിയമവുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ തീർപ്പാക്കും, ഭൂമി രജിസ്ട്രേഷൻ വേഗത്തിലാക്കും. ഇതിനായി ADMന്റെ നേതൃത്വത്തിൽ സമിതിയുണ്ടാക്കി. CPMന്റെയും കിസാൻ സഭയുടെയും 5 നേതാക്കൾ ഇതിൽ അംഗങ്ങളാകും. കേന്ദ്ര സർക്കാർ തീരുമാനിക്കേണ്ട മറ്റ് വിഷയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ വിഷയം ധരിപ്പിക്കുമെന്നാണ് ജില്ലാ കളക്ടർ നൽകിയ മറുപടിയിൽ പറയുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരം. മഹാരാഷ്ട്രയിലെ ചാരോട്ടിയിൽ നിന്ന് പാൽഘറിലേക്കാണ് മാർച്ച് നടത്തിയത്. CPM PB അംഗങ്ങളുടെ നേതൃത്വത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കം സമരത്തിൽ വലിയ ജനവിഭാഗം അണിനിരന്നു. രാത്രിയും പകലും 4 ദിവസത്തോളം നടന്നാണ് സമരക്കാർ പാൽഘറിലെത്തിയത്. ഇത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ ദേശീയ മാധ്യമങ്ങൾ അടക്കം ഈ വിഷയം ചർച്ചയ്ക്കെടുക്കാത്തതും വലിയ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. കാരണം ഇത്രയും വലിയൊരു സമരം ഇത്രയും പ്രവർത്തകരെ അണിനിരത്തി CPM നടത്തിയിട്ടും അത് പ്രമുഖ മാധ്യമങ്ങളിൽ വാർത്തയായില്ല, ചർച്ചയായില്ല എന്നത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അതിനിടെയാണ് ഇപ്പോൾ സമരം വിജയമായിരിക്കുന്നു എന്ന വാർത്ത കൂടി പുറത്തേക്ക് വരുന്നത്. പാൽഘറിൽ കളക്ട്രേറ്റിന് മുന്നിൽ സമരക്കാർ കുത്തിയിരുന്നു. ഇതോടെ കളക്ടർ അടക്കം ആർക്കും കളക്ട്രേറ്റിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്തൊരവസ്ഥയായി. ഇതോടെയാണ് സമരക്കാരുമായി ചർച്ച നടത്തി ആവശ്യങ്ങൾ അംഗീകരിച്ചത്. അങ്ങനെ CPMന്റെ ആ വലിയ സമരം വിജയം കണ്ടിരിക്കുകയാണ്.